അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇദൽ മദീന സ്വലാത്ത് ഗ്രൂപ്പിലുള്ള അഡ്മിന്മാരടക്കമുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, പ്രവർത്തകരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹറക്കാത്ത്, സക്കനാത്തുകൾ, അഖ്വാൽ, അഫ്ആലുകൾ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പവിത്രവും പരിശുദ്ധവുമായ ഷഅബാൻ മാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. നമുക്കറിയാം, ധാരാളം ആഴ്ചകൾ തന്നെ കഴിഞ്ഞു പോയിട്ടു. ആയിരക്കണക്കിന് ആഴ്ചകൾ നമുക്ക് സ്വലാത്തിലൂടെ ഈ ഗ്രൂപ്പിനെ നയിക്കാൻ നമുക്കെല്ലാവർക്കും കൂടി സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ധാരാളം മജ്ലിസുകൾ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാക്കാനും അല്ലാഹു വലിയ ഭാഗ്യം നമുക്കൊക്കെ കനിഞ്ഞു നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദിൻ്റെ അനുസ്മരണങ്ങൾ ഗ്രൂപ്പിലൂടെയും വോയിസിലൂടെയും അല്ലാതെയും സ്റ്റേജിലും പള്ളികളിലും പരിപാടികളിലുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫാദിലി ഉസ്താദിനെ കുറിച്ച് ധാരാളം അനുസ്മരണ വോയിസിലൂടെയൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കേട്ടുവരാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയ ഒരു ആലിമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആലിമാണ് ഫാദിലി ഉസ്താദ് എന്നതിൽ യാതൊരു സംശയമില്ല. അറിയാമല്ലോ, പവിത്രവും പരിശുദ്ധവുമായ റജബ് മാസം, റജബ് 29, നമ്മുടെ മദ്ഹബിന്റെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ ദിനമായ റജബിന്റെ 29ാമത്തെ അന്ന് ഉച്ച സമയത്ത് ഞങ്ങളെല്ലാവർക്കും വലിയ ഷോക്കാണല്ലോ. എല്ലാ മുഅ്മിനീങ്ങളും സ്തംഭിക്കുന്ന വിധത്തിലുള്ള വോയിസാണ്, വിഷയമാണ് അന്നൊക്കെ കേൾക്കാൻ സാധിച്ചത്. ഫാദിലി ഉസ്താദിന്റെ വിയോഗം, ഫാദിലി ഉസ്താദിന്റെ മരണം. സുബ്ഹാനല്ലാഹ്, ഏതൊരു മനുഷ്യന്റെയും നന്മകളും അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങളും അദ്ദേഹത്തിന്റെ എന്തെല്ലാം ഖൈറാത്തുകളുണ്ടോ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടെയാണ് ഏറ്റവും കൂടുതൽ വെളിവാകുന്നതും. അവരുടെ വേർപാടിന് ശേഷമാണ് അവരുടെ വിലയും അവരുടെ ആവശ്യകത നമ്മുടെ നാട്ടിലേക്കും ദീനിലേക്കും എത്രമാത്രം ഉണ്ടായിരുന്നു, ഇനിയും എത്രമാത്രം വേണ്ടിയിരുന്നു എന്നത് മനസ്സിലാകുന്നത് അവരുടെ വേർപാടിന് ശേഷമാണ്. കൃത്യമായും ശരിക്കും അത് മനസ്സിലായത് ഫാദിലി ഉസ്താദിന്റെ മരണശേഷമാണ്. എന്തായാലും വളരെ പെട്ടെന്ന് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോയതിൽ വലിയ ദുഃഖം, സങ്കടം എല്ലാവർക്കും, വീട്ടുകാർക്കും, നാട്ടുകാർക്കും, കുടുംബക്കാർക്കും, മുഹിബ്ബീങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടെങ്കിലും ഫാദിലി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് കണക്ക് കൂട്ടേണ്ടത്. കാരണം 3 മാസങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ ഹദീസിൽ എടുത്തു പറയുന്നത്. റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണെന്നും ഷഅബാൻ മാസം എൻ്റെ മാസമാണെന്നും അടുത്തു വരുന്ന റമദാൻ മാസം എൻ്റെ ഉമ്മത്തിങ്ങളുടെ മാസമാണെന്നും 3 മാസങ്ങളുടെ പ്രത്യേകത പറയപ്പെട്ട ധാരാളം ഹദീസുകളുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, സുബ്ഹാനല്ലാഹ്, റജബ് മാസം എന്ന് പറയുന്ന ധാരാളം ആലിമീങ്ങൾ, ധാരാളം പണ്ഡിതന്മാർ, ധാരാളം ഔലിയാക്കളൊക്കെ മരണപ്പെട്ട മാസത്തിൽ ഫാദിലി ഉസ്താദിൻ്റെ മരണം കൂടി സംഭവിച്ചു. അതിനുശേഷം ഖബറിലേക്ക് പോകുന്നതോ ഷഅബാൻ മാസത്തിലാണ്. പറയേണ്ടതില്ലല്ലോ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസമാണെന്ന് സ്വന്തത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയപ്പെട്ട മാസം ഷഅബാൻ ആണെങ്കിൽ അതിൻ്റെ മഹത്വം ഹദീസിലൂടെ മാത്രം മനസ്സിലാക്കിയതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മാസമാണെന്ന് പറഞ്ഞതിൽ എത്രമാത്രം ഫദ്ൽ അതിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ആ പവിത്രമായ ഈ ഷഅബാൻ മാസത്തിലാണ് ഖബറാകുന്ന ലോകത്തിലേക്ക് ഫാദിലി ഉസ്താദ് പോകുന്നത്. പിന്നെയും 40ന്റെ ദുആ സുന്നത്ത് ജമാഅത്തുകാരായ ഞങ്ങൾക്ക് വലിയ മഹത്വമുള്ളതും 40ന്റെ ദുആ, ദിക്ർ, മജ്ലിസൊക്കെ സംഘടിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ. അതെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയായിട്ട് വന്ന വലിയൊരു പുണ്യമുള്ള അമലാണ്. ആ ഒരു 40ന്റെ ദുആ കൂടി വരുന്നത് പവിത്രമായ റമദാൻ മാസത്തിലാണ്. അപ്പോൾ 3 മാസം കൂടി ഫാദിലി ഉസ്താദിനെ യോജിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും വലിയ ഭാഗ്യക്കാരനാണ്. ഒരു ആലിമ് എന്ന് പറയുന്നതിൽ മാത്രമല്ലാതെ ഒരു ആലിമായിട്ട് വെറും ഒരു ഭാഗത്ത് കൂടിയതല്ല, ധാരാളം ആലിമീങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി മുത്തആലിമീങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുദർരിസും കൂടിയാണ്. ധാരാളം ഡിഗ്രികൾ ഇൽമിൻ്റെ മേഖലയിലുണ്ട്. ഇൽമിനോട് വലിയ മതിപ്പും ദാഹവും ഉണ്ടായിരുന്ന ഫാദിലി ഉസ്താദ് സംഘടനാ രംഗത്തിനും അതുപോലെ തന്നെ നല്ല താല്പര്യവും ആവേശവും ഒക്കെ ഉണ്ടായി. ഒരുപാട് ചെറുപ്പക്കാരെ സംഘടനാ രംഗത്തിൽ നിലനിർത്താനും പിന്നെ അവരെ നല്ല ആക്റ്റീവുകളായ പ്രവർത്തകരാക്കി വരുന്നതിലും വലിയ പങ്ക് ഫാദിലി ഉസ്താദിനുണ്ട്. വളരെ സൗമ്യ സ്വഭാവമുള്ള, വളരെ സോഫ്റ്റായ സ്വഭാവക്കാരനായ, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊന്നുമില്ലാത്ത, ആവശ്യത്തിന് സംസാരിക്കുന്ന നല്ലൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതശൈലിയെ കഴിയുന്ന പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ആ നിലക്കുള്ളൊരു ജീവിതം ഉന്നയിച്ച ഫാദിലി ഉസ്താദ്
എന്ത് നിലക്കും ഏതു നിലക്കും വലിയ മഹത്തരമുള്ള വലിയ വ്യക്തിത്വമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണം ഒരുപാട് ആളുകൾ കൊതിച്ചു പോകുന്ന മരണം തന്നെയാണ്. റജബ് 27 നോമ്പ് കഴിഞ്ഞ് ദോഷങ്ങളെല്ലാം മുക്തമാടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മഹാന്മാർ പഠിപ്പിച്ചു തന്ന നോമ്പൊക്കെ അനുഷ്ഠിച്ച് ദിക്റും ദുആയിലും ഒക്കെ ആയി ദുഹർ നിസ്കാരത്തിന് ഇമാമത്തൊക്കെ നിന്നിട്ട് വേർന്നിട്ട് അതിൻ്റെ ശേഷം ഒരു ദോഷം കാണാനും ഒരു ദോഷം കേൾക്കാനും ഒരു നിലക്കും സാധ്യതയില്ലാത്ത വിധത്തിലുള്ള അത്ര സമയത്തിൽ മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിളിക്ക് ഉത്തരം നൽകി. അപ്പോൾ എന്തായാലും അള്ളാഹു തആല ഇഷ്ടപ്പെട്ട രൂപത്തിലുള്ള മരണമാണ് എന്നുള്ളതിൽ നമ്മുടെ കാഴ്ചയിൽ നോക്കുമ്പോൾ എന്തായാലും സംശയമില്ലാത്ത രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മരണം. ആർക്കും കൊതിച്ചു പോകുന്ന നിലക്കുള്ള മരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒക്കെ മരണസമയത്ത് ഈമാനോട് കൂടെ തഖ്വയോട് കൂടെ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു തആല പെടുത്തുമാറാവട്ടെ. ഒരു മനുഷ്യൻ്റെ ജീവിതം സഫലമാകുന്നത് അപ്പോഴാണ്, ആഖിബത്തിന് വേണ്ടി. താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ അള്ളാഹു തആല അവിടുത്തെ ദറജ എത്തിക്കൊടുക്കുമാറാവട്ടെ. ഏത് ദുആ എടുത്ത് നോക്കിയാലും ബഹുമാനപ്പെട്ടവർ ദ്വാരക്കുന്നത് ആഖിബത്ത് നന്നായി ഒന്ന് മരിക്കാൻ വേണ്ടിയാണ്. മരിക്കുന്ന സമയത്ത് ഈമാനൊന്ന് ലംഘി മരിക്കാൻ വേണ്ടിയാണ്. ഈമാനില്ലെങ്കിൽ മരണപ്പെട്ടു പോയാൽ, ആഖിബത്ത് നന്നായി മരണപ്പെട്ടു പോയാൽ, ജീവിതത്തിൽ വന്ന എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമല്ല. എന്തെല്ലാം ദാരിദ്ര്യങ്ങളുണ്ടെങ്കിലും ഒരു വിഷയം തന്നെയല്ല. മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഹിബ്ബീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ ആരൊക്കെ ഉണ്ടോ എല്ലാവരെയും ആഖിബത്ത് നന്നാക്കി തീരുമാറാവട്ടെ. ഫാദിൽ ഉസ്താദിനെയും ഞങ്ങളെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഉസ്താദുമാരൊക്കെ സംസാരിക്കാനുണ്ട്. ദുആയ്ക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരൊക്കെ ഉണ്ട്. ധാരാളം സ്വലാത്തുകളൊക്കെ ചൊല്ലിയവരുണ്ട്. പവിത്രമായ ഷഅബാൻ മാസത്തിൻ്റെ ഒടുവിലെ ദിവസങ്ങളാണ്. അല്ലാഹു തആല സ്വലാത്തുകളൊക്കെ ഖബൂൽ ചെയ്ത് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് കരസ്ഥമാക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.